ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ പെട്ടതാണ് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പല രൂപത്തിലുള്ള ചികിത്സകൾ ഇന്ന് നാട്ടിൽ ലഭ്യമാണ്. അപ്പോൾ ആളുകൾ പ്രധാനമായി നോക്കുന്നത് ഏതെങ്കിലും ഒരു ചികിത്സ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടെങ്കിൽ ആ ചികിത്സ നല്ലതാണ് എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ പണ്ഡിതന്മാർ വളരെ അടിസ്ഥാനപരമായ ചികിത്സയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ചികിത്സ കൊണ്ട് റിസൾട്ട് ഉണ്ടാകുക എന്നുള്ളത് ആ ചികിത്സ ശരിയാണ് എന്നുള്ളതിന് ഒരിക്കലും ഒരു തെളിവേ അല്ല. ഒരു ചികിത്സാ രീതി കൊണ്ട് ഒരു റിസൾട്ട് ഒരാൾക്ക് കിട്ടി എന്നുള്ളത് മാത്രം അത് ശരിയാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവേ അല്ല. മറിച്ച് ചികിത്സകൾ ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ചികിത്സകളായിരിക്കണം. അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും ഇന്നത് ചികിത്സയാണ്, ഷിഫ ആണെന്ന് പറയും. സംസം വെള്ളം അത് ഷിഫയാണ്, കുടിക്കുന്ന ആളുകൾ ഷിഫ ഉണ്ട്. ഹബ്ബത്തു സൗദ കരിഞ്ജീരകം അത് ഷിഫയാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഷിഫയാണെന്ന് പ്രത്യേകം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ ആ രൂപത്തിലായിരിക്കണം, അതല്ലെങ്കിൽ ഭൗതികമായി കണ്ടുപിടിക്കുന്ന കാര്യമാണെങ്കിൽ അതിൽ തജ്രിബ ഉണ്ടായിരിക്കണം. അഥവാ കാര്യകാരണ ബന്ധത്തിലൂടെ നമുക്ക് സ്ഥിരമായി ചെയ്തുകൊണ്ട് അതിന് റിസൾട്ട് ഉണ്ടാകുക എന്നുള്ളത് ഒരു തജ്രിബയാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു ഗുളിക കുടിക്കുക, പാരസെറ്റമോൾ ഒരാൾ കുടിക്കുന്നതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ അതൊരു കാര്യകാരണ ബന്ധം അതിനുണ്ട്. ഒരു ഗുളിക കുടിക്കുമ്പോൾ അത് നമ്മുടെ നരമ്പിനെ, വേദനകൾ ഉണ്ടാക്കുന്ന നരമ്പിനെ അതിന് കൃത്യമായി ട്രീറ്റ് ചെയ്യുകയും അങ്ങനെ ആ വേദനയെ കുറയ്ക്കുകയും ശരീരത്തിൽ ചൂടാണെങ്കിൽ ആ ചൂടിനെ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യകാരണ ബന്ധമുണ്ട്. അത് ഒരുപാട് പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതൊരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. എന്നാൽ ഇങ്ങനെ യാതൊരു തജ്രിബ ഇല്ല, ഒന്ന് ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ട കാര്യമല്ല, എന്നാൽ ഇങ്ങനെയുള്ള യാതൊരു തജ്രിബയോ യാതൊരു കാര്യകാരണ ബന്ധമോ ഇല്ലാത്ത ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ബാങ്കിന് ശേഷം സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് ചികിത്സകൾ ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന അത് ശർഈയായ ചികിത്സകളായിരിക്കണം. ഇനി അതല്ല ഭൗതികമായ ചികിത്സകളാണെങ്കിൽ അത് കാര്യകാരണ ബന്ധത്തിലൂടെ സ്ഥിരമായ ഒരു തജ്രിബയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. അപ്പോഴാണ് അത് ചികിത്സയായി നമ്മൾ പരിഗണിക്കാവും. അത് പരിഗണിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരു കാര്യകാരണ ബന്ധമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ചികിത്സകയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് ഷിർക്കുൻ അസ്ഗറാണ്, ഷിർക്കാണ് അതിൽ സംഭവിക്കുക. അപ്പം അതിൽപ്പെട്ട വളരെ അടിസ്ഥാനപരമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ചികിത്സാ രീതിയാണ് എനർജി ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ശരീരത്തിൽ ചില എനർജി ചാനലുകളൊക്കെ പോകുന്നുണ്ട്, ഇതിനെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് ചികിത്സ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് പല രൂപത്തിലുണ്ട്. അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതി ഈ ഒരു അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടേണ്ട ചികിത്സാ രീതിയാണ്. അതിൻ്റെതായ ചില ശരിവശങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് അതുകൊണ്ട് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരീരത്തിൽ ഇങ്ങനെ ഒരു ചാനലുകളുണ്ട്, എനർജി ചാനലുകളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും ചാനലുകളുണ്ട്. അതിനെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് രോഗം വരിക. അതിനെ കുത്തി ശരിയാക്കി കഴിഞ്ഞാൽ രോഗം ശരിയാകും എന്ന് പറയുന്നത് സഹോദരങ്ങളെ, ഒന്ന് ശരീഅത്തിൽ അങ്ങനെ തെളിവില്ല. ശരീഅത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ എനർജി ചാനലുകൾ ഉണ്ട് എന്നുള്ളത് ഖുർആനിലും ഹദീസിൽ, കാരണം ഇത് ഗൈബിയായ കാര്യമാണ്. എങ്ങനെയാണ് ഒരാൾക്ക് അറിയുക? ഇനി രണ്ടാമത്, ഒരു പഠന റിപ്പോർട്ടുകളിൽ പോലും ഇങ്ങനെ ശരീരത്തിൽ എനർജി ചാനലുകളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും ചാനലുകളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടേ ഇല്ല. മറിച്ച് ഇതൊരു ചൈനീസ് വിശ്വാസമോ മറ്റോ ആണ്. ഇതെന്താണ് ഇതിന്റെ അടിസ്ഥാനം നമുക്കറിയുകയില്ല. പക്ഷേ എന്ത് തന്നെയായാലും ഇതിന് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ചികിത്സിക്കുന്നത് എങ്കിൽ അത് തെറ്റായ കാരണങ്ങളാണ് അയാൾ സ്വീകരിച്ചിട്ടുള്ളത്, ഗൗരവമുള്ള കാര്യമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഇതിന്റെ ശരിവശങ്ങൾ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന ചില പഠനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചില ഞരമ്പുകളോ മറ്റോ ഒക്കെ അതിന് ചില കുത്ത് ലഭിക്കുന്ന സമയത്ത് വേദനയുടെ ഹോർമോണുകൾ വേദന ഉണ്ടാകുമ്പോൾ പ്രവർത്തിക്കേണ്ടതായ ചില ഹോർമോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുകയും അങ്ങനെ ചില വേദനകൾ താൽക്കാലികമായി കുറയുകയൊക്കെ ചെയ്യാം എന്നുണ്ട്. അത് ശരിയാവുന്ന ഒരു കാരണങ്ങളിൽ പെട്ടത് തന്നെയാണ്. അങ്ങനെ ചികിത്സ കൃത്യമായി അതിന് പഠനങ്ങൾ തജ്രിബയോടുകൂടി, അത് ഒരുപാട് പരീക്ഷണങ്ങളിലോടുകൂടി ഒരുപാട് ആളുകളിൽ അത് ഫലിക്കുന്നുണ്ട് എങ്കിൽ അത് ശരിയായ രീതി ആയിരിക്കാം. നമ്മൾ കൂടുതൽ പഠിച്ചിട്ടില്ല, പക്ഷെ അതിനെ നമ്മൾ ഈ അപകടം എന്ന് പറയുന്നില്ല. അതായത് ചില ഭാഗങ്ങളിൽ തട്ടുമ്പോൾ അതിലൂടെ പോകുന്ന ഞരമ്പുകൾ ഉത്തേജിപ്പിക്കുകയും അതിലൂടെ വേദന മാറുക, അതായേക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ ഈ എനർജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് യാതൊരു രൂപത്തിലെ പഠനങ്ങളോ മറ്റോ ഇല്ല. അത് ഒരു തെറ്റായ വിശ്വാസമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി അതിന്റെ അപ്പുറത്തേക്ക് സഹോദരങ്ങളെ, ഈ പറയുന്ന യാതൊരു രൂപത്തിലുള്ള ഒരു ശരീരത്തിന്റെ ഭാഗത്ത് തട്ടുകയോ മറ്റോ ഒന്നും ചെയ്യാതെ ഡിസ്റ്റന്റ് ഹീലിംഗ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന അക്യുപങ്ക്ചറിന്റെ ആളുകൾ തന്നെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, തൗഹീദുള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ ഫിത്നയിൽ പെട്ടുപോയിട്ടുണ്ട്. അതായത് നേരിട്ട് പോയി അനുഭവമുള്ള ആളുകൾ പറഞ്ഞു തരികയാണ്. ഒരു റൂമിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഡിസ്റ്റന്റ് ഹീലിംഗ്, ഒറ്റയടിക്ക് അങ്ങ് ഹീലിംഗ് നടത്തുക. ഇങ്ങനെ അങ്ങ് ഇയാൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഈ വന്ന രോഗിയുടെ രോഗം മാറും എന്നാണ് പറയുന്നത്.
സഹോദരങ്ങൾ, എന്താണിത്? ഇത് ഖുർആൻ കൊണ്ടുള്ള റുഖിയ ഷറഈ, ഖുർആൻ ഓതി ചികിത്സിക്കുകയാണെങ്കിൽ നമുക്കത് പറയാം, ശരീരത്തെ തൊടേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ വല്ല ഹദീസിലോ ആയത്തിലോ ചില ദുആകളോ മറ്റോ ഒക്കെ ആണെങ്കിൽ ശരി. ഇതങ്ങനെയൊന്നും ശരീരത്തിന് യാതൊരു സ്പർശനം പോലും ഇല്ലാതെ ഇത്തരം രൂപത്തിൽ ചികിത്സാ രീതികൾ നടത്തുകയാണ്. ഇതിന് പോകുന്നത് മുവഹിദീങ്ങളായ ആളുകളുണ്ട് എന്നതുകൊണ്ടാണ് വളരെ ഗൗരവത്തിൽ പറയുന്നത്. കാരണം ആളുകൾ വിചാരിക്കുന്നത് ഇത് തെറ്റല്ല, കാരണം ഇയാൾ തൗഹീദൊക്കെ ഉള്ള ആളാണ്, തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു തങ്ങന്മാരുടെ അടുത്തോ ജ്യോത്സ്യന്മാരുടെ അടുത്തോ ഒന്നും അല്ലല്ലോ പോകുന്നത് എന്ന് വിചാരിച്ചു പോവുകയാണ്. അപ്പൊ യാതൊരു കാര്യകാരണ ബന്ധങ്ങളൊന്നുമില്ലാതെ ഈ രൂപത്തിൽ ചികിത്സിക്കുകയാണ്. ഇത് ഖുർആനിലോ ഹദീസിലോ തെളിവില്ല, ശാസ്ത്രീയമായ ഒന്നും തന്നെ തെളിയിക്കപ്പെട്ട ഒരു കാര്യവുമല്ല ഇങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് ചില കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഫോൺ വിളിച്ചുകൊണ്ട് ചികിത്സിക്കുകയാണ്. ഒരാളെ ഫോൺ വിളിച്ചിട്ട്, ഇതും നേരിട്ട് അനുഭവമുള്ള ആളുകളാണ് പറയും, ഇതിന്റെ പിന്നിൽ എന്ത് സിഹറാണ്, എന്ത് പൈശാചികതയാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളൂ. കാരണം ഒരു സ്ത്രീ, കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ സംഭവമാണ്. ഒരു സ്ത്രീ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകാരുടെ അടുക്കലേക്ക് പോയി അവർക്കെന്നും ഗുളിക കുടിച്ചാലേ ഉറക്കം വരികയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഗുളികയൊക്കെ ഉപേക്ഷിച്ചോളൂ, നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. പക്ഷെ വീട്ടിലെത്തിയപ്പോഴും ഈ സ്ത്രീക്ക് ഉറക്കം വരുന്നില്ല, പതിവ് പോലെ തന്നെ. അവർ രാത്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. സ്ത്രീയുടെ മകളാണ് ഇവരെ വിളിക്കുന്നത്, ഇങ്ങനെ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കുറച്ചു നേരം ഫോൺ പിടിച്ച് വെക്കണം. അപ്പോൾ ഈ അപ്പുറത്തുള്ള ആൾ വിചാരിച്ചത് രോഗി തന്നെയാണ് വിളിച്ചത്, പക്ഷെ രോഗിയുടെ മകളാണ് വിളിച്ചത്. ഇവർ കുറച്ചു നേരം ഫോൺ വിളിച്ചു നിന്നു, 5-10 മിനിറ്റ് ഫോൺ വിളിച്ചു നിന്നു. ശേഷം ഈ വിളിച്ച ആൾ, രോഗമൊന്നും ഇല്ലാത്ത സ്ത്രീ അവിടെ വെച്ച് തന്നെ ഉറങ്ങിപ്പോയി. മറ്റേ സ്ത്രീക്ക് അപ്പോഴും ഉറക്കം വന്നിട്ടില്ല. അപ്പം ഇതെന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇങ്ങനൊരു ചികിത്സാ രീതി, സഹോദരങ്ങളെ, പ്രാണിക് ഹീലിംഗ്, അങ്ങനെയുള്ള ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ച് ചികിത്സിക്കുക, ഇതൊന്നും ഒരു കാര്യകാരണ ബന്ധമില്ലാത്ത ഷിർക്കാണ്. ഏറ്റവും കുറഞ്ഞത് ഷിർക്കുൻ അസ്ഗറാണ്, യാതൊരു സംശയവും അതിലില്ല. ഇനി ഇതിൽ വല്ല ഷിർക്കുൻ അക്ബറായ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടോ ഇല്ലേ എന്നത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ രൂപത്തിൽ ഒരുപാട് ചികിത്സാ രീതികൾ വേറെ ചില ആളുകൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഇതൊക്കെ തൗഹീദുള്ള ആളുകളാണ് പോയി പെടുന്നത്. ചില രോഗങ്ങൾ മാറാൻ ഇങ്ങനെ മുദ്രകൾ കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇതും തൗഹീദുള്ള കുടുംബങ്ങളിൽ നേരിട്ട് കിട്ടിയിട്ടുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അപ്പം ഇങ്ങനെ ഡെയിലി 15 മിനിറ്റ് 4 നേരം ഇങ്ങനെ കൈകൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ മുദ്ര കാണിച്ചാൽ എല്ലാവിധ വേദനകളും പോകും. ഇങ്ങനെ മുദ്രയൊക്കെ കാണിച്ചിട്ട് ആളുകൾ ഇങ്ങനെ കോമാളികളെ ഇങ്ങനെ വീട്ടിലിരിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വേദന പോകും, ഹാർട്ട് അറ്റാക്ക് വരികയില്ല, ഇങ്ങനെ വെച്ചാൽ അങ്ങനെ വേദന പോകും. ഇത് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഇതിനിങ്ങനെ ശാസ്ത്രീയമായ തെളിവൊന്നും എന്നോട് ചോദിക്കണ്ട, ഇതിങ്ങനെ റിസൾട്ട് കിട്ടിയാൽ മതി എന്നാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ ആളുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഈ രൂപത്തിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചില പേര് ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യക്തിയുടെ കൂടെയുള്ള ചില ആളുകൾ തന്നെ പിന്നീട് ദീന് തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക്, അതോ ദീൻ തന്നെ പൂർണ്ണമായി പോകുന്ന കൂടെയുള്ള ആളുകൾ തന്നെ സിഹർ ഇയാൾ പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി സംശയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. 10-25 കൊല്ലം തൗഹീദുള്ള താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള മനുഷ്യൻ, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, അയാൾ താടിയൊക്കെ വെട്ടിച്ചുരുക്കി ചെറുതാക്കി അയാൾ പറയാം, എനിക്കിപ്പോൾ വലിയൊരു ഭാരമൊക്കെ കുറഞ്ഞതുപോലെ മനസ്സമാധാനമൊക്കെ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇവർ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുകയാണ്. ഇതിന്റെ ചാനലിലുള്ള പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ അക്യൂഷും ഈ പറയുന്ന അക്യൂപഞ്ചറിന്റെ ഒക്കെ ആളുകളാണ് ഇതിൽ പോയി പെടുന്നത്, തൗഹീദുള്ള ആളുകളും മറ്റുമൊക്കെ. ഇത് എങ്ങനെയാണ് ഈ ചാനലുകളിലേക്ക് ആളുകൾ എത്തുകയാണ്, ഇതിലൂടെയാണ് എത്തിയത്. അവസാനം പിന്നീട് ഈ പറഞ്ഞ ആദ്യത്തെ ആള്, ഞാൻ പറഞ്ഞ ഈ ആളുകളെ പോലും പുറത്താക്കി. കാരണം അവർക്ക് അത്ര പോലും ഒഴിവാക്കേണ്ടി വന്നു. പുറത്താക്കി എന്നുള്ളത് ഈ കഴിഞ്ഞ ആഴ്ച മറ്റൊന്ന് പുറത്താക്കി. പക്ഷെ അതിനകം അക്യൂപങ്ചറുമായി ബന്ധപ്പെട്ട് ഇത്തരം ചികിത്സയിൽ പോയ ഒരുപാട് ആളുകൾ പശുപോയി. ഇവർക്ക് പ്രത്യേകമായ ചാനലുകൾ, ആ ചാനലുകളിൽ മണിക്കൂറുകളോളം മനുഷ്യന് സമാധാനം കിട്ടാൻ എന്തു ചെയ്യണം, സൂം മീറ്റിങ്ങുകൾ നടത്തുകയാണ്. ആണും പെണ്ണും ഒക്കെ തൗഹീദുള്ള ആളുകളൊക്കെ അതിൽ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് 1-2 മണിക്കൂർ ഇയാൾ പല രൂപത്തിൽ ഇങ്ങനെ ഉപദേശങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്നിട്ട് അവരുടെ പദങ്ങൾ തന്നെ കാണണം. ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തിക്ക് ബാക്കിയുള്ള ആളുകൾ സറണ്ടറായി, അതാണ് അവരുടെ ഇതന്നെ. പിന്നെ ഇയാളാണ് ഇവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇയാൾ പല കാര്യങ്ങളും, സ്ത്രീകൾക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പുരുഷന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പല ബ്ലാക്ക് മെയിലിങ്ങൾ പോലും നടത്തുകയാണ്. കാരണം പല കാര്യങ്ങളും രഹസ്യമായി പലതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഞാൻ ഇത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, സാമ്പത്തികമായ തട്ടിപ്പുകൾ ഇതിന്റെ പിന്നിൽ നടത്തുക. ഇപ്പൊ ചികിത്സ ഇതൊക്കെ ആരാണ് കൊണ്ടുപോയത്? ഈ അക്യൂപങ്ചർ പറഞ്ഞ ആൾ. അപ്പൊ ചില ആളുകൾ ഞങ്ങൾ ശിവബിരിയാലിന്റെ ആൾക്കാരല്ല, ഞങ്ങൾ ഭയങ്കര കൃത്യമായി ചെയ്യുന്ന. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ള ആൾ വിമർശിക്കുന്നില്ല? ഇവരുടെ ബാധ്യതയല്ലേ, ഞങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമില്ല, അവർ ഈ രൂപത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ശുർക്കൻ പ്രവർത്തനങ്ങൾ അവരിലുണ്ട്, അല്ലെങ്കിൽ തൗഹീദിൽ നിരക്കാത്ത പ്രവർത്തനങ്ങളുണ്ട് എന്ന് പറയേണ്ടവരല്ലേ? കാരണം അക്യൂപങ്ചറിന് നിരുപാധികമായി ഞങ്ങളിൽ ഒരാൾ അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ തെറ്റായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്, ബഹുഭൂരിപക്ഷവും തെറ്റാണ്. ഇതൊക്കെ ശരിയായി ഇത് ചെയ്യുന്ന തൗഹീദുള്ള ആളുകൾ പോലും പറയുന്നത് ഇതിൽ ഒരുപാട് തെറ്റുകളുണ്ട്, നമ്മളതൊക്കെ മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ശരി, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില നരമ്പുകളിൽ വേദനകളും മറ്റുമൊക്കെ കുറക്കാനുള്ള സബബുകൾ ഉണ്ടായേക്കാം. അത് നമ്മൾ ആരും എതിർക്കുന്നില്ല, പൂർണ്ണമായി അനുവദിക്കുന്നു, അത് ശരിയാണ് ഞാൻ പറയുന്നില്ല, അത് പഠിച്ചു പറയട്ടെ. പക്ഷേ ഏറ്റവും കുറഞ്ഞത് അങ്ങനെ ഒരു വകുപ്പുണ്ട്. പക്ഷേ ഈ എനർജി ഹീലിങ്ങും ഈ പ്രാണിക് ഹീലിങ്ങും സുജോക്കും ഇതൊക്കെ ഇതിന്റെ കൂടെ വന്നതാണ്. ഈ തൗഹീദുള്ള ആളുകൾ ഇതിലൊക്കെ പെട്ടിട്ടുണ്ട്. ഇത് താക്കീത് ചെയ്യേണ്ട ബാധ്യത ബാക്കിയുള്ള ആളുകൾക്കില്ലേ?
ഇല്ല. അവർ ഞങ്ങളതൊക്കെ സേഫാണെന്ന് പറഞ്ഞിട്ട് അവരത് ചെയ്യാമെന്നല്ലാതെ ബാക്കിയുള്ളതിനെ കുറിച്ച് താക്കീത് ചെയ്യുന്നില്ല. അപ്പോൾ ആളുകൾക്ക് നിരുപാധികം അക്യൂപങ്ക്ചർ എന്ന് പറയുമ്പോൾ എല്ലാം അത് ശരിയല്ല. ഇനി അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള കാര്യം, ഒരാളുകളെ ഒരുപാട് നിലക്ക് വഞ്ചിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം. എത്ര വലിയ രോഗമാണെങ്കിലും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ എല്ലാം ഞങ്ങൾ ചികിത്സിക്കും എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് മെഡിസിൻ എന്ന് പറയുന്നത്. അത് പഠിച്ച ആളുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഞാനൊരാൾ പഠിക്കാതെ ഒരു കാര്യം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അതിൽ അബദ്ധം പറ്റിയാൽ എനിക്ക് ദമാന് കൊടുക്കൽ, അതിന് നഷ്ടപരിഹാരം കൊടുക്കൽ എൻ്റെ ബാധ്യതയാണ്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മതി, ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു, ഞാൻ മെഡിസിനെ കുറിച്ച് പഠിക്കാതെയാണ് ചെയ്തതെങ്കിൽ ദീനുൽ ഇസ്ലാമിക് കോടതി അയാൾക്ക് എന്ത് ചെയ്യും? നഷ്ടപരിഹാരം കൊടുക്കണം. എന്നാൽ പഠിച്ച ഒരാൾക്ക് ചിലപ്പോൾ അബദ്ധം സംഭവിക്കാം. പഠിച്ച ഒരാൾക്ക് സംഭവിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരികയില്ല. കാരണം അയാൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. പഠിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്, എളുപ്പമുള്ള കാര്യമല്ല. അത് മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ചാണ്. ഒരു 6 മാസം പഠിക്കുമ്പോഴേക്കും മനുഷ്യന്റെ എന്തും ചികിത്സിക്കുക. 6 മാസത്തെ ഒരു അക്യുപഞ്ചറിന്റെ കോച്ചിങ്ങിന് പോയാൽ പിന്നെ എന്തിനും അതൊന്നും പോണ്ട. അങ്ങനെ അലോപ്പതിയെയും മറ്റുള്ള എല്ലാത്തിനെയും അങ്ങനെ വിമർശിച്ചുകൊണ്ട് എന്തോ ഷിർക്ക് പോലെയൊക്കെയാണ് കാണുന്നത്. നമ്മൾ ആരും ഇപ്പോൾ അലോപ്പതിയെ പ്രൊമോട്ട് ചെയ്യുക, അലോപ്പതിയൊക്കെ ശരിയാണെന്ന് പറയുന്നില്ല. ഒരുപാട് ചൂഷണങ്ങളുണ്ട്, വളരെ കൃത്യമായി അറിയുന്ന. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ പറ്റിക്കുന്ന ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും ഒക്കെ എമ്പാടുണ്ട്. അതിലൊന്നും ആരും നമ്മൾ തർക്കമുള്ള വിഷയമേ അല്ല. പക്ഷെ അതുകൊണ്ട് അത് മുഴുവൻ തെറ്റാണ്. ഇതൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ചികിത്സക്കാരൊക്കെ കൂണ് മുളച്ച് വരുന്നത്. അതിൻ്റെ ഒരു കാരണമാണ്. കാരണം ഇപ്പുറത്ത് പോയിക്കുന്ന ലക്ഷങ്ങൾ വെറുതെ തട്ടുന്ന അവസ്ഥകളുണ്ട്. ഓപ്പറേഷൻ വേണ്ടാത്ത ഓപ്പറേഷൻ എഴുതി കൊടുക്കുക, അങ്ങനെ അഡ്മിറ്റ് വേണ്ടാത്തൊക്കെ അഡ്മിറ്റ് ചെയ്യുക. ഇനി എത്രത്തോളം അത് വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് മരിച്ച ആൾക്കാരെ പോലും പൈസ ഉണ്ടാക്കുന്ന ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും ഒക്കെ എമ്പാടുണ്ട്. അതിപ്പുറത്ത് ശരിയായ കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ഇതൊക്കെ ശരിയായി, ഇതൊക്കെ അനുവദിക്കണം എന്നാണ്. അതുകൊണ്ട് ഈ പറയുന്ന ചികിത്സയൊക്കെ ശരിയാണെന്നാണ്. അലോപ്പതിയിൽ ഇന്നെന്ന ചൂഷണങ്ങളുണ്ട്. അതുകൊണ്ട് അതൊക്കെ തെറ്റാണ്. ഡോക്ടർ ഗുളിക കുടിക്കാൻ പാടില്ല, അതൊക്കെ പ്രശ്നമാണ്. പാരസെറ്റമോൾ എന്നൊക്കെ പറയുന്നത് വലിയെന്തോ വിഷം പോലെയൊക്കെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വളരെ ഗൗരവമുള്ള അങ്ങനത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ പൂർണ്ണമായി വിമർശിക്കുക, എന്നിട്ട് ഇവരിലേക്ക് കൊണ്ടുവരിക. അപ്പം അതൊക്കെ പൂർണ്ണമായി വിമർശിച്ചാൽ പിന്നെ ഇവരിലേക്ക് ആൾക്കാർ. പക്ഷെ എല്ലാ രോഗവും ചികിത്സിക്കും, എന്തെന്നൊന്നുമില്ല, എല്ലാത്തിനും ചികിത്സിക്കും. ചില ഏറ്റവും വിവരം കെട്ട ആൾ മുഴുവൻ ഗുളികൾ ഒഴിവാക്കിക്കോളും. ഞങ്ങളിങ്ങനെ കുത്തിയൊക്കെ മാറുന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പഠനങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടത് തന്നെ ചില വേദനകൾ, മൈഗ്രെയിൻ പോലെ അല്ലെങ്കിൽ നടുവ്, അങ്ങനത്തെ ചില വേദനകൾ താൽക്കാലികമായി ആശ്വാസം ഇതുകൊണ്ട് ഉണ്ടായേക്കാം. അതല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും മാറ്റാനുള്ള ഇതൊന്നും ഇതിനുണ്ട് എന്നും നിലവിൽ പഠനം പോലും അതിൽ പൂർത്തിയായിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. പക്ഷെ ഇവർ എല്ലാ കാര്യങ്ങളും, ക്യാൻസർ മുതൽ എല്ലാത്തിനെയും ചെയ്യും. എന്നിട്ട് എത്രയോ ആളുകൾക്ക് ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഉള്ള രോഗങ്ങൾ, ഗുളികകളൊക്കെ ഒഴിവാക്കിയിട്ട് ആളുകൾക്ക് മരണം വരെ സംഭവിച്ച കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇന്നത് കൊണ്ടാണ് മരിച്ചത് നമുക്ക് യക്കീനോടുകൂടി പറയാൻ പറ്റുന്ന കാര്യമല്ല, അള്ളാഹു സുബ്ഹാനഹു അടുത്തുള്ള കാര്യം. പക്ഷേ അതിന് ചില സബബുകൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഇന്ന ചികിത്സ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആളുകളെ വഞ്ചിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, നമ്മളിത് ശരിക്കും പഠന വിധേയമാക്കിയിട്ട് മാത്രമേ ഏതൊരു ചികിത്സാ രീതിയിലേക്കും പോകാവൂ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചികിത്സാ രീതികൾ ഇനിയും ഒരുപാട് വരും. അപ്പോഴൊക്കെ ചാടി വീണ് ആ റിസൾട്ട് ഉണ്ട്, മറ്റവരൊക്കെ പോയിട്ട് ശരിയായിട്ടുണ്ട് എന്നല്ല. ഒരു കാര്യത്തിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് ആ ചികിത്സാ രീതി ശരിയാണെന്നുള്ളത് തെളിവേ അല്ല. മറിച്ച് ഒന്നുകിൽ ഞാൻ പറഞ്ഞതുപോലെ ശർഈയായ ചികിത്സാ രീതിയായിരിക്കണം, ശർഈയായ ചികിത്സാ രീതിയായിരിക്കണം. എങ്കിൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് തെളിവ് കൊടുക്കണം. ഖുർആൻ ഓതുമ്പോൾ എങ്ങനെയാണ് മാറുന്നത്, അതിലേത് ഹോർമോണാണ് അത് ഉത്തേജിക്കപ്പെടുന്നത്, ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. റുഖിയ ശർഈയ അല്ലാഹു സുബ്ഹാനഹു വന്നാണ്, അത് നേരെ അങ്ങനെ ചെയ്യാം. ഇന്ന ദുആ, വേദനക്കുള്ള ദുആ, അത് ചൊല്ലുമ്പോൾ എന്താണ് അതിലുണ്ട് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് അറിയേണ്ട ആവശ്യം ശർഈയായി വന്ന കാര്യമാണ്. എന്നാൽ തേനി ഇതുപോലുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഹദീസിൽ വന്ന കാര്യമാണ്, അതൊക്കെ നമുക്ക് അതുപോലെ ചെയ്യാം. എന്നാൽ അതല്ലാത്ത കാര്യമാണെങ്കിൽ എന്ത് വേണം? കാര്യകാരണ ബന്ധം വേണം. ഇന്ന കാര്യങ്ങൾ തട്ടുമ്പോൾ അത് ശരിയാണ്. എന്നാൽ അതെല്ലാ മനുഷ്യന്മാരും അറിയണമെന്നില്ല. ഇപ്പോൾ പാരസെറ്റമോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെയാണ് നരമ്പുകളിൽ വേദനയെ കുറക്കുന്നത്, ചൂടിനെ കുറക്കുക, അതെല്ലാവരും പഠിക്കണമെന്നില്ല. അത് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. കുടിക്കുന്ന ഓരോരുത്തരും അറിയണമെന്നൊന്നുമില്ല. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അപ്പോൾ അത് അനുവദിക്കപ്പെടുന്നതാണ്. പക്ഷെ ഒരു കാരണമില്ല. ഒരാൾ പറയാണ് ഇതെങ്ങനെ കയ്യിൽ ഇന്നൊരു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അത് പറയേണ്ടതാണ്. ഇങ്ങനെ എനർജി, അതിന് വേണ്ടിയിട്ട് വളകൾ, ഈ വള ഇങ്ങനെ ധരിച്ചാൽ മതി. അതൊക്കെ പണ്ഡിതന്മാർ വളരെ ശക്തമായി എതിർത്തിട്ടുള്ള കാര്യമാണ്. ചില വളകൾ, അതിന് നമുക്കൊരു ശരീരത്തിനൊരു എനർജി റിംഗ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജികളെ മൊത്തം ഈ വള വലിച്ചെടുക്കും. ഈ നെഗറ്റീവ് എനർജികളെ ശരീരത്തിലെ വള വലിച്ചെടുക്കും. അങ്ങനെ നമുക്ക് പല രോഗത്തിൽ നിന്നും, വാദത്തിൽ നിന്നും അങ്ങനെയൊക്കെ ഇത് ചികിത്സയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരിക. സഹോദരങ്ങൾ, ഈ പറഞ്ഞതുപോലെ ഇത് ഏലസിനോടാണ് ഇതിന് സാദൃശ്യമുള്ളത്. ഇത് ഏലസിനോടാണ് സാദൃശ്യം. കാരണം എന്തുകൊണ്ടാണ് ഈ ഏലസുകൾ ഷിർക്കുൻ അസ്ഗറായി തീരുന്നത്? കാരണം ഇത് ശർഈ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, യാതൊരു സബബും ഇല്ല. അപ്പൊ അത് ഷിർക്കുൻ അസ്ഗറാണ്. ഇനി അത് തന്നെ എനിക്ക് രോഗം മാറ്റും, അതിന് സ്വന്തമായ കഴിവുണ്ടെന്ന് വെച്ചാൽ ഷിർക്കുൻ അക്ബറായി ഏലസിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെയാണ് ഇത്.
ഇതെന്ത് കാരണത്തിലാണ് നിങ്ങൾ കെട്ടുന്നത്? ആരാണ് ഇതിനെക്കുറിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത്? അപ്പോൾ ഒരാൾ ഇത് കൊണ്ടുവരും, കയ്യിൽ പല നിറങ്ങൾ വരയ്ക്കുക. എന്താണ് സഹോദരങ്ങൾ ഇത്? എന്തൊരു വിഡ്ഢിത്തമായിട്ടാണ് തോന്നുന്നത്. പച്ച, ചുവപ്പ്, നീല നിറങ്ങൾ വരയ്ക്കുക. ഒരു വിരൽ ഈ അറ്റത്താണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളോടും. ഇതിന് യാതൊരു തെളിവ് വേണ്ടേ? ശാസ്ത്രീയമായിട്ടോ ഏതെങ്കിലുമൊക്കെ നിനക്ക് തെളിവ്. ഇത് എന്ത് അടിസ്ഥാനത്തിൽ നമ്മളിത് വിശ്വസിക്കും? ഇയാൾ ഈ പറയുന്നത് വിശ്വസിക്കും. ഖുറാനിലുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ സമയന വത്താന വിശ്വസിക്കാം. അതല്ലെങ്കിൽ ശാസ്ത്രീയമായ വല്ല പഠനങ്ങളും വേണ്ടേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പഠനങ്ങളൊന്നുമില്ല. ഇത് ഇവരിങ്ങനെ പറയാം. അപ്പം അതൊരു ചികിത്സാ രീതിയാണ്. നാളെ വേറൊരാൾ പറയും അവിടെ വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി, ഇവിടെ വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കാര്യകാരണ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം ചെയ്യുകയാണെങ്കിൽ ശരി. ഒരു എണ്ണ എടുത്ത് മുട്ടിൽ തടവുമ്പോൾ അവിടെയുള്ള ആ നീർക്കെട്ടും മറ്റുമൊക്കെ അത് വലിച്ചെടുക്കുകയാണ്, അങ്ങനെ അവിടെയുള്ള വേദന കുറയാണ്. ശരി, അതിന് കാര്യമായ ബന്ധമുണ്ട്. ഇത് കാലങ്ങളായി ചെയ്യുന്നതാണ്. പിന്നെ ഒരാൾ വിരളിൽ എന്തെങ്കിലുമൊക്കെ ശരീരത്തിന് ഒരു ഭാഗത്ത് പിടിച്ചമർത്തുമ്പോൾ അവിടെ പോകുന്ന ഞരമ്പിനെ അത് ഉത്തേജിപ്പിക്കുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വല്ല രോഗം ഉണ്ടെങ്കിൽ, വേദന ഉണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യണം. ശരി, നമുക്ക് അനുവദിക്കാം. കാരണം അത് കാര്യകാരണ ബന്ധമുണ്ട്. ഈ പറയുന്ന ഡിസ്റ്റന്റ് ഹീലിംഗ്, ഫോൺ വിളിച്ച് പറയുക, ഈ രൂപത്തിൽ ചെയ്യുക, ഇങ്ങനെ വളതിരിക്കുക, ഇതിനൊന്നും യാതൊരു കാര്യകാരണ ബന്ധങ്ങൾ സഹോദരങ്ങളെ ഇല്ല. ഒരു തജ്രിബയും ഇല്ല. ഒരു ശാസ്ത്രീയമായ പഠനങ്ങൾ പോലും ഇതിന് പിന്നിലില്ല. അതുകൊണ്ട് വിശ്വസ്തരായ ഒരുപാട് അലോപ്പതി ഡോക്ടർമാരുണ്ട്. ഇവരുടെ വർത്തമാനത്തിൽ എല്ലാ അലോപ്പതി ഡോക്ടർമാരും കള്ളന്മാർ. ദീനുള്ള മുസ്ലിമീങ്ങളായ, ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല നല്ല ഡോക്ടർമാരുണ്ട്. അവരോടെങ്കിലൊക്കെ ചോദിക്കാം. നമുക്ക് അറിയില്ലെങ്കിൽ ഏതൊരു വിഷയത്തിലും അറിവുള്ള ഫസ്അലു അഹ്ല ദിക്ർ, അറിയില്ലെങ്കിൽ ആ വിഷയത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളോടെങ്കിൽ ചോദിക്കാം. അതല്ലാതെ ഈ 6 മാസം കോച്ചിങ്ങിന് പോയ ആളുകളല്ല ഈ പറയുന്ന ഇത്രയും കാലത്തെ വിഷയങ്ങളൊക്കെ എതിർക്കുകയും ഈ പറഞ്ഞ കാര്യത്തൊക്കെ വിമർശിക്കേണ്ടത് ഇവനല്ല. ഇതിനെക്കുറിച്ച് പഠിച്ച ഒരാൾ പറയട്ടെ. ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ ഇതിനെക്കുറിച്ചിട്ട് പറയട്ടെ. ആ നിലക്ക് കാര്യങ്ങൾ സംസാരിക്കട്ടെ. അതുകൊണ്ട് ഇത് വലിയൊരു ഫിത്തനയായി തീർന്നിരിക്കുകയാണ്. ഇത് പലപ്പോഴും നേരത്തെ NLP വന്നതുപോലെയാണ്. ഇതിലും ഒരുപാട് ആളുകൾ മുവഹിദീങ്ങളാണ് പെട്ടുപോയിട്ടുള്ളത്. അപ്പോൾ എന്താണ് കാരണം? NLP ശരിയാന്ന് തോന്നാൻ കാരണം എന്താണ്? ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മുവഹിദീങ്ങളായ പല സലഫിയത്തിലേക്ക് മറ്റുമൊക്കെ ചേർത്തി പറയുന്ന സംഘടനകളും മറ്റുമൊക്കെ ഇത്തരക്കാരുടെ ബുക്കുകളും മറ്റുമൊക്കെ ഭയങ്കരമായി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ എന്നൊക്കെ ഈ പറയുന്ന ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഹോട്ടലിലും മറ്റുമൊക്കെ വിളിച്ചുകൊണ്ടിരുത്തി ഒരു വ്യക്തിക്ക് 10,000 15,000 ഒക്കെ വിളിച്ച് 2-3 ദിവസത്തേക്ക് വലിയ ഹോട്ടലുകൾ ബുക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ ഇന്നത് ചിന്തിക്കുക. ഈ രൂപത്തിലുള്ള പല മാസ്മരികമായ പരിപാടികളാണ്. നിങ്ങളിങ്ങനെ സന്തോഷത്തിലാണ്, നിങ്ങളിങ്ങനെ ദുഃഖത്തിലാണ്, അങ്ങനെ ആളുകൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു, ചാടുന്നു, മറിയുന്നു. ഈ രൂപത്തിലെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇതിലൊക്കെ പെട്ടിട്ടുള്ളത് പലപ്പോഴും തൗഹീദുള്ള കുടുംബത്തിൽ നിന്നാണ്. പല ഹദീസുകളെയും മറ്റും റുഖിയ ഷറയൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവർ അത്തരക്കാരായ ആളുകൾ പോലും ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക്, പുതിയ ആധുനിക ചികിത്സാ രീതി, ഇങ്ങനത്തെ വഞ്ചകന്മാരിലേക്ക്, അത് പുതിയ ഖുറാഫാത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. പുതിയ ഖുറാഫാത്തിൻ്റെ ഷിർക്കിൻ്റെ മുഖങ്ങൾ എന്ന് പറയാം. പേര് ഇംഗ്ലീഷ് ആയതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇത് അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ആ രൂപത്തിൽ പലതും സഹോദരങ്ങളെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ചികിത്സാ രീതികൾ നമ്മളെല്ലാം തെറ്റാണെന്നോ ഒറ്റയടിക്ക് പറയല്ല. നിങ്ങളത് പഠിക്കുക. ഈ പറയുന്ന കാര്യത്തിൽ അതിനങ്ങനെയുള്ള വശങ്ങളും മറ്റുമുണ്ടോ എന്ന് പഠിക്കുക. അതല്ലാതെ അത് ഇന്നാൾ പോയിട്ട് മാറിയിട്ടുണ്ട്, ഇന്നടുത്ത ആൾ പോയിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് തങ്ങന്മാരത്തെ ആൾക്കാർ പോയിട്ട് പറയുന്നത്. ഇന്നടുത്ത് പോയപ്പോൾ അയാളത് ഇങ്ങനെ മന്ത്രിച്ചൂതി, അങ്ങനെ ചെയ്ത് ഇന്ന വെള്ളം തന്നു, അവിടെ പോയപ്പോൾ പുറത്തിയിൽ പോയപ്പോൾ അവിടെ ഇന്ന വെള്ളം കുടിച്ചപ്പോൾ ഇന്നാൾ പനി മാറി, ഇന്നാളത്തെ മുട്ടുവേദന മാറി, അതുകൊണ്ട് എല്ലാവരും ഇനി പോലെ. അതല്ലല്ലോ കാര്യം. അങ്ങനെയല്ലല്ലോ ദീനിലെ കാര്യം തീരുമാനിക്കപ്പെടുന്നു. ഒരാൾക്കൊരു റിസൾട്ട് ഉണ്ടായാൽ അത് ശരി എന്ന് പറഞ്ഞ ദീനിൽ ഒരു നിലക്കും അനുവദിക്കപ്പെടാത്തതായ ഒരു അടിസ്ഥാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. ഏതൊരു വിഷയവും നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടാതെ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി മാത്രം ചികിത്സാ രീതികളും ഒക്കെ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.